18ാം പടി കയറുന്നതിന് പടിപ്പാട്ട് പാടുന്നുണ്ടാവും. 1ാമത്തെ പടി കഴിഞ്ഞ് 2ാമത്തെ പടി കഴിഞ്ഞ് 3ാമത്തെ പടി കഴിഞ്ഞ് 18 എത്തുമ്പോൾ സ്പീഡ് കൂടി പോടും. അത് കഴിഞ്ഞ് ടപ്പെന്നും താരതി ആരും മിണ്ടരുത്. ആ സമയത്ത് എല്ലാവരുടെയും നോക്കിയാൽ ഹൃദയമിടിപ്പും ശ്രദ്ധ, ഈ ശ്രദ്ധ നമ്മുടെ ബ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് പ്രാണായാമം. അപ്പോൾ ബ്രീത്തിങ് ടെക്നിക്ക് പഠിക്കണമെങ്കിൽ കമന്ന് കിടന്നാൽ മതി. നിങ്ങൾക്ക് അത് അനുഭവിക്കണോ? കമന്ന് കിടന്നാൽ മതി. നമ്മൾ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് മിക്കവാറും താഴ്ന്ന പ്രദേശങ്ങളാണ്. ഏറ്റവും പീസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല വിസിറ്റിന് പോകുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഹിൽ ടോപ്പുകളാണ്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി പഠിക്കണോ? എളുപ്പമാണ്. നല്ല വെള്ളത്തിലേക്ക് മുഖം അങ്ങോട്ട് കമത്തി പിടിക്കുക, എന്നിട്ട് പെട്ടെന്ന് പുറത്തെത്തുമ്പോൾ ഇപ്പം എന്താ ആലോചിക്കണമെന്ന് ചോദിക്കാം. എല്ലാ മതങ്ങളിലും പറയുന്നുണ്ട്, അതായത് മലമുകളിൽ എത്തുമ്പോഴാണ് പലർക്കും ജ്ഞാനം ഉണ്ടാകുക. ഇപ്പൊ ശബരിമല, മലയാറ്റൂർ പള്ളി, ഇതെല്ലാം ഒരു മലമുകളിലാണ്. എന്താണ് ഈ മലമുകളിൽ ഉള്ള ഈ വിശ്വാസത്തിന്? അല്ല, ഇന്നത്തെ ജനങ്ങൾക്കും മലമുകളിലാണ് ഇഷ്ടം. മലക്ക് പകരം അപ്പാർട്ട്മെന്റിന്റെ ഹയസ്റ്റ് ഫ്ലോറാന്ന് മാത്രം. 50ാമത്തെ ഫ്ലോറിലൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. ഒന്ന്, വിസിബിലിറ്റി കൂടും. 2, സാധാരണഗതിയിൽ മലയുള്ള സ്ഥലത്തല്ലേ അത്തരം വിശ്വാസങ്ങൾ ഉണ്ടാവുള്ളൂ. മലയില്ലാത്ത സ്ഥലത്ത് താഴെ ഇടങ്ങളിലും പറ്റും. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയിൽ ഓക്സിജൻ കണ്ടന്റ് കുറയുന്നത് കൊണ്ടും പ്രകൃതിയിലുണ്ടാവുന്ന വേവ് ലെങ്ത്തിലുള്ള ഡിഫറൻസ് കൊണ്ടും കുറച്ചും കൂടി ഹയർ എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. ഹയർ ഫ്രീക്വൻസി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സുഖവും അല്ലാത്ത സമയത്ത് ഉണ്ടാവുന്ന വ്യത്യാസങ്ങളും, ഉള്ളിലുണ്ടാവുന്ന കോൺഷ്യസ്നെസ്സിലുണ്ടാവുന്ന കുറേ വ്യത്യാസങ്ങൾ, ഇതൊക്കെ എനർജി ലെവൽസാണ്. ബയോ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ചിന്തകളിലുള്ള എനർജികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പ്രകൃതിയിലുള്ള എനർജിയുടെ ആകെത്തുകയാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. ഫൈൻഡ് എനർജി എന്നൊക്കെ ഫൈൻഡ് എനർജി. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇപ്പം കൈലാസത്തിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെയൊക്കെ കൈയും കാലും ഒക്കെ ബ്ലഡ് ഊസ് ഔട്ട് ചെയ്യും, ഉള്ളിലെ പ്രഷർ മാറും. അതിനെ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഘടന കുറച്ച് മാറും. ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയും. ഒന്ന്, വിശപ്പുണ്ടാവില്ല. നമ്മളിവിടെ കഴിക്കുന്ന അത്രയും ഭക്ഷണം അവിടെ കഴിക്കില്ല. ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവർ മിക്കവാറും ലോവർ റീജിയനിലും സ്വെറ്റ് ചെയ്യുമ്പോഴും ഒക്കെയാണ്. സ്വെറ്റിങ് കുറവാകുന്ന സമയത്ത് ഭക്ഷണം കുറയും, വെള്ളം ആവശ്യം കുറയും. ഭക്ഷണവും വെള്ളവും ഒക്കെ കുറയുന്ന സമയത്ത് നമ്മുടെ ചിന്തകളിൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ രാവിലെ മുതൽ ഇതാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഉച്ചക്ക് എന്ത് കഴിക്കും, വൈകുന്നേരം കഴിക്കും. അപ്പോൾ ബോഡി നിന്ന് നമ്മൾ കുറേ ഡിസ്കണക്റ്റഡ് ആവും. ഇമോഷൻസ് ഉണ്ടാവില്ല. എല്ലാവരെയും ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ പറ്റും. ഒറ്റക്കൊറ്റക്കാണ് താമസിക്കുക. നടക്കുമ്പോൾ പോലും ഇവിടെ നമ്മൾ കൈയും പിടിച്ച് കൂടെ നടക്കാം. ഹയർ ഓൾട്ടിറ്റ്യൂഡിലെത്തിയാൽ നിങ്ങൾ മല കയറാവുന്ന ഒരു 5 പേര് പോകണ്ടെന്ന് ചോദിക്കുക. കൂടെ നടക്കുമ്പോൾ ഇവിടെ കൂടെ നടക്കുന്നത് പോലെ ആവില്ല. മല കയറുന്ന സമയത്ത് എല്ലാവരും സെപ്പറേറ്റ് ആവും. കാരണം ചിലർക്ക് കുറച്ച് നടന്നാൽ റെസ്റ്റ് എടുക്കാം, ചിലർ ഒരേ പേസിലാണ് പോവുക, ചിലർ കുറേ സ്പീഡിലാണ് റെസ്റ്റ് എടുത്തിട്ട് ബാക്കിയുള്ളവരെ ക്യാച്ചപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നതാണ് ഉള്ളിലേക്ക് പോകുന്ന ആദ്യത്തെ ലക്ഷണം. അത് ഓട്ടോമാറ്റിക്കായിട്ട് മലയുടെ മൂഡ് നടക്കും. നമ്മൾ പറയുമ്പോഴും കൈലാസം, ഹിമാലയം, ഇതൊക്കെ ആണല്ലോ ഒരു എപ്പിട്ടം ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് പറയാം. അതെന്തുകൊണ്ടാണ് ഈ ഹിമാലയൻ ആകുന്നത്? എന്തുകൊണ്ട് കേരളത്തിലെ വേറൊരു മലയാണ്, അല്ലെങ്കിൽ വേറൊരു ലോകത്തെ വേറൊരു മലയാകുന്നില്ല? അല്ല, ഇതൊക്കെ എല്ലാ മലകളും അങ്ങനെയാണ്. ഇത് ഹിമം ഉള്ള ആലയം, അതാണ് ഹിമാലയം. കൈലാസനാഥനുള്ള ആലയം ആണ് കൈലാസം. ശബരിമല എന്ന് പറയുന്നതും മലയാണ്. ഓരോരോ സ്ഥലത്ത് നമ്മൾ പോകുന്ന സമയത്ത് എവിടെയൊക്കെയാണോ നമുക്ക് ആലയം ഉള്ളത്, എവിടെയൊക്കെയാണോ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ആ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറയുന്ന സ്ഥലം. പള്ളി എന്ന് പറയുന്ന വാക്കിന് അർത്ഥത തമിഴ് വാക്കാണ് പള്ളി, മലയാള വാക്കല്ല. അതെന്താ പള്ളി റെസ്റ്റിംഗ് പ്ലേസ് ആണ്. എവിടെയാണോ എനിക്ക് എത്താൻ സാധിക്കുന്നത് അതാണ് പള്ളി. അതിൽ നിന്നാണ് തിരുവിതാംകൂർ രാജാവ്, മലയാളത്തിൻ്റെയൊക്കെ ആദ്യം തുടങ്ങുന്നത് തിരുവിതാംകൂർ രാജാവാണ്. അതുകൊണ്ടാണ് രാജാക്കന്മാരുടെ ഉറക്കം പള്ളി ഉറക്കമാകുമ്പോൾ രാജാക്കന്മാർ പള്ളി വേട്ട എന്ന് പറയുന്നത്, പള്ളിക്കെട്ട് എന്ന് പറയുന്നത് ഒക്കെ പള്ളി എന്ന് പറയുന്നതാണ്. പള്ളി ഉറക്കം എന്ന് വാക്കെടുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമായാലും ഒക്കെ പള്ളിയാണ് അവർക്ക്. അങ്ങനെയുള്ള ആ വാക്കിൽ നിന്നാണ് പള്ളി എന്ന് പറയുന്നത്. അങ്ങനെയാണ് പള്ളിക്കൂടം. കൂട്ടുകാരൊക്കെ കൂടെ പോയിട്ട് പഠിക്കുന്ന സ്ഥലത്തിന് പള്ളിക്കൂടം എന്ന് വരുമോ. പള്ളിവേട്ട എന്ന് പറയുന്നതാണ്. ഭഗവാൻ എഴുന്നള്ളത്ത് വരുന്നതിനും
ക്ഷേത്രങ്ങളിൽ പറയുന്നതും പള്ളിവേട്ടയാണ്. പള്ളിവിട്ടാണോ? ഇപ്പൊ പള്ളി മുസ്ലിമിന്റെയും ക്രിസ്ത്യന്റെയും ഭാഷയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള മലയാളികൾ എത്ര പേരുണ്ടാവുമെന്നറിയോ? ശരിയാണ്. ഒരു പരിധി അല്ല, ഇപ്പൊ ഞാൻ പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്പലത്തിൽ പോകുന്നതിനും പള്ളി പോകുന്നു പറയാം. പള്ളിക്കൂടം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറീസ് കൊണ്ടുവന്ന ഒരു അല്ല, സ്കൂളിന്റെ അവര് പേരാണ്. അവര് ഇതാക്കാറുണ്ട്. ഇപ്പൊ ഒരിക്കലും ക്രിസ്ത്യൻ മിഷണറീസ് മലയാളം കൊണ്ടുവരില്ലല്ലോ. ഇവിടെ ഉള്ള വാക്ക് അതിലേക്ക് ഉപയോഗിക്കല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഈ വാക്കുകളൊക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ സ്ഥലങ്ങളും നമ്മൾ എവിടെയാണോ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ തോന്നുന്നത്, മല കയറി കുറച്ച് കഴിയുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് ഹാർഡ്ഷിപ്സ് അല്ലേ ഇപ്പം മലയാറ്റൂർ മല കയറുന്നത് കഠിനമാണ്. ശബരിമല കയറുന്നത് കഠിനമാണ്. കൈലാസം കയറുന്നത് കഠിനമാണ്. ആ കഠിനം ആയിട്ടുള്ള ഒരു ഹാർഡ്ഷിപ്പ് ഉണ്ടല്ലോ. എന്തിനാ അങ്ങനെ സഹിക്കുന്നതാണ് ചോദ്യം. എല്ലാ യോഗാസനവും കഠിനമല്ലേ? കാലിൻ്റെ മുകളിൽ കാലെടുത്ത് വെക്കുക, തലകുത്തി നിൽക്കുക. ഈ കുരങ്ങന്മാരുടെ പണി എന്തിനാ ചെയ്യണേ? ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ശവാസനം ചെയ്യണം. റെസ്റ്റ്. അപ്പോൾ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കോൺസെൻട്രേഷൻ പൂർണ്ണമായിട്ടും നമ്മുടെ ബ്രത്തിലേക്ക് പോവുക. നമ്മുടെ ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്ക് ഇതൊന്നും ചെയ്യാതെ എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ ഈ സർക്കസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ബ്രീത്താണ് എല്ലാം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം എന്തിനാണ് 18ാം പടി കയറുന്നതിന് പടിപ്പാട്ട് പാടുമുണ്ടോ അല്ലേ? 1ാമത്തെ പടി കഴിഞ്ഞ് 2ാമത്തെ പടി കഴിഞ്ഞ് 3ാമത്തെ പടി കഴിഞ്ഞ് 18 എത്തുമ്പോൾ സ്പീഡ് കൂടിപ്പോഴും. അത് കഴിഞ്ഞ് തപ്പുന്നുണ്ട് ആരതി ആരും വേണ്ടരുത്. ആ സമയത്ത് എല്ലാവരുടെയും നോക്കിയാൽ ഹൃദയമിടിപ്പും ശ്രദ്ധ നടക്കുന്നതിലേക്കായിരിക്കും. ഈ ശ്രദ്ധ നമ്മുടെ നമ്മുടെ ബ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് പ്രാണായാമം. അപ്പൊ നമുക്കൊരാൾക്ക് ബ്രത്താണ് ഏറ്റവും നിങ്ങളുടെ അതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണോ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ അപ്പോൾ ചെയ്യുന്നത്? അത് ശരിക്കും ഒരു ബ്രില്യൻസ് ആണോ അതോ ശരിക്കും ഇത്രയും ഈ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലേക്ക് എത്തിക്കാൻ മാർഗം. ശരീര മനസ്സോ യോഗ പരസ്പരമനുവ്രജേത്. ശരീരവും മനസ്സും ബന്ധപ്പെട്ടിരിക്കണം. ഞാനൊരാളോട് നീ ഒന്നും ചെയ്യരുത് എന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ കേട്ടിട്ട് മനസ്സിലേ പോവുള്ളൂ. ഒരടി കൊടുത്തു കഴിഞ്ഞാൽ ഫിസിക്കൽ വരുമ്പോൾ അത് കൃത്യമായിട്ട് അറിയും. ഫിസിക്കലാണ് നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്യാൻ എളുപ്പം. മൃഗങ്ങൾക്ക് എങ്ങനെയാണോ, നമ്മളൊക്കെ പലരും പകുതി മൃഗങ്ങളുടെ രൂപത്തിലാണ്. മനുഷ്യരൂപേണ മൃഗശ്ചരന്തി, മനുഷ്യന്മാരെ പോലെ നടക്കുന്ന മൃഗങ്ങളാണ് പലരും. അപ്പോൾ അവർ ഫിസിക്കലി പറഞ്ഞു മനസ്സിലാക്കിയാലേ അവർ മനസ്സിലാവുള്ളൂ. ഈ അഷ്ടാംഗ യോഗത്തിൽ എല്ലാം പറയുന്നത് യമ നിയമ ആസന. ആസനം എന്താണ്? ഫിസിക്കൽ എക്സർസൈസ് ആണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയുന്നത് പ്രാണായാമം. യമ നിയമ ആസന പ്രാണായാമം. അപ്പോൾ പ്രാണായാമത്തിലേക്ക് എത്തണമെങ്കിൽ ആസനം വേണം. പക്ഷെ നിങ്ങൾക്ക് നേരെ പ്രാണായാമത്തിൽ പോകാൻ പറ്റുകയാണെങ്കിൽ ആസനത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ സർക്കസ് കളിക്കുന്നവരൊക്കെ ബോധമില്ലാത്തവരും LKG പിള്ളേരാണ്. അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകേണ്ട കാര്യമില്ല. ജീവിതത്തിൽ ചാവുന്നവരെ പ്രാണായാമം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ട്. അത് പഠിപ്പിക്കുന്നവരത് ചെയ്യണം. ഞാൻ LKG നഴ്സറി ടൈം ചൊല്ലേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാൻ LKG ടീച്ചറാണെങ്കിൽ ജീവിതത്തിൽ ഫുൾ ടൈം അത് പാടണം. അതല്ലെങ്കിൽ KG കഴിഞ്ഞാൽ പിന്നെ അത് പാടേണ്ട കാര്യമില്ല. അതുപോലെയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഈ മനുഷ്യന് അത്ര ബുദ്ധിയില്ലേ? കാരണം അവനോട് നീ എടുക്കേണ്ട വിശ്വാസങ്ങളാണെങ്കിലും ജോലികളാണെങ്കിലും ഉറക്കം അല്ലെങ്കിൽ ഈ റെസ്റ്റിംഗ് സമയം അല്ലെങ്കിൽ ശ്വാസത്തിന്റെ ആവശ്യകത അത് പറഞ്ഞു കൊടുത്തവർ മനസ്സിലായി. എന്നാൽ പിന്നെ കഥകൾ ആവശ്യമില്ലല്ലോ. നമ്മൾ കഥകളൊക്കെ എഴുതിയിട്ട് അവസാനം ദ മോറൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന കഥകൾ എന്തിനു വേണ്ടി എഴുതിയത്? എന്തിനു വേണ്ടിയാണ് വേദങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ ഇതിഹാസങ്ങളും പുരാണങ്ങളും എഴുതിയത്? വേദം എന്ന് പറഞ്ഞാൽ തത്വങ്ങളാണ്. കഥകൾ കൂടുതൽ സഞ്ചരിക്കുന്നുണ്ടോ? അത് ജനങ്ങളിലേക്ക് എത്താനുള്ള മാർഗമാണ്. നമുക്കിപ്പോൾ ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കണം എന്ന് വിചാരിക്കും. ആ സ്റ്റോറി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കുട്ടികളിലേക്ക് ചെറുപ്പത്തിലേ ആ കഥകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അതല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ടുള്ള വെർബാറ്റിയം പറയുന്നതാണ് നമ്മുടെ എല്ലാ വേദത്തിലുള്ളത്. ഋഗ്വേദ, യജുർവേദ, സാമവേദത്തിലുള്ളത്. 3 വേദത്തിൽ. ഈ 3 വേദങ്ങളിൽ പറയുന്ന മെസ്സേജുകൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിഹാസ പുരുഷന്മാർ. ആരാണോ ജീവിച്ചിരുന്ന സ്വന്തം കഥ ഉൾപ്പെടുത്തിയിട്ട് കഥാകാരനും പാർട്ട്ണറായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ടിരുന്നതാണ് ഇതിഹാസം എന്ന് പറയുക. ഇതിഹാസം ഇതിവിടെ നടന്ന സംഭവമാണെന്നാണ് എഴുതുന്നത്. അതിൽ പണ്ട് ഭഗവാൻ
വേറെ ഏതോ ഒരു ഭഗവതിയോട് പറഞ്ഞു അല്ലെങ്കിൽ ഭഗവതി ഭഗവാനോട് പറഞ്ഞു എന്ന് ഞാൻ റെഫർ ചെയ്യുന്നത് പുരാണമാണ്. അങ്ങനെയാണ് ശിവപുരാണവും വിഷ്ണു പുരാണവും ഒക്കെ വരുന്നത്. അത് വിഷ്ണു പറഞ്ഞിട്ടുള്ളതും ശിവൻ പറഞ്ഞിട്ടുള്ളതും അവരെന്നെ ഡിസ്കസ് ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞു എന്ന ഭാവത്തിൽ പുരാണത്തിൽ ചേർത്തിട്ടാണ് ഈ ഇതിഹാസത്തിൽ ചേർത്തിട്ടാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതെന്തിനാ പറയുന്നത്? ഇങ്ങനെ ശിവൻ പാർവതിയോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരോടുള്ള ബഹുമാനം കൊണ്ട് അവരോടുള്ള ഭക്തി കൊണ്ട് ഞാനും അത് ഫോളോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു എനിക്കെത്തപ്പോൾ പ്രശ്നം. ആ മെസ്സേജ് എന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു എക്സാമ്പിളായിട്ട് എടുത്തിട്ട് നമുക്ക് പറഞ്ഞു തരുവാണ്. ഭഗവത്ഗീത ആകെ പറഞ്ഞ 10 വാക്കുകളിൽ ഒതുക്കാം. നമുക്ക് ഒറ്റ വാക്കിൽ ഒതുക്കാം. ഭഗവത്ഗീതയുടെ എന്താണ് എസെൻസ്? മാ ശുചാത, നീ ദുഃഖിക്കരുത് എന്ന് ഒറ്റ വാക്കിൽ തീർക്കാം. ഭഗവത്ഗീത ഒറ്റ വാക്കിൽ തീർക്കാൻ പറ്റുന്നത് ആണ്. അശോച്യാനന്യ ശോചസ്തോ എന്നാണ് 2ാമത്തെ അധ്യായത്തിലെ 7ാമത്തെയോ ശ്ലോകം തോന്നുന്നു. അശോച്യ, ദുഃഖിക്കരുത്. അവസാനം മ ശുച എന്ന് പറഞ്ഞിട്ടാണ് തീർക്കുന്നത്. അപ്പൊ തുടങ്ങുന്നതും തീർക്കുന്നതും മ ശുച പാടില്ല, ദുഃഖം പാടില്ല എന്നാണ്. അപ്പൊ ഭഗവത്ഗീത മെസ്സേജാണ് ദുഃഖം പാടില്ല. ഇങ്ങനെ തീർക്കാൻ പറ്റും. പിന്നെന്തിനാ 700 ശ്ലോകം? പിന്നെന്തിനാ ചോദ്യോത്തരങ്ങളൊക്കെ ആയിട്ട് നാടകം? ഇതൊക്കെ ഡ്രാമയാണ്. അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് പറഞ്ഞാൽ നടക്കില്ല. ഇങ്ങനെയൊക്കെ ബ്രീത്ത് എടുക്കണം എന്ന് പറഞ്ഞാൽ ആരാ അങ്ങനെ ബ്രീത്ത് എടുക്കണം? നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ആരാ ശ്രദ്ധിക്കണം? അപ്പോൾ ഞാൻ ഫിസിക്കലി കവന്ന് കിടക്കാമെന്ന് വിചാരിക്കുക. ഡോക്ടർ ടിപ്പിയാസ് മെഡിറ്റേഷൻ എന്നൊരു വീഡിയോ ഇട്ട് അതിനകത്ത് മെഡിറ്റേഷൻ അല്ല പഠിപ്പിക്കുന്നത്, ബ്രീത്തിങ് ടെക്നിക്കാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ബ്രീത്തിങ് ടെക്നിക്ക് പഠിക്കണമെങ്കിൽ കമന്ന് കിടന്നാൽ മതി. മലന്ന് കിടക്കുന്ന കുട്ടിയുടെ വയറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പ് ആൻഡ് ഡൗൺ പോകുന്നത് ശരിക്കും കാണാം. നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല, ശ്രദ്ധിച്ചാലും പറ്റില്ല. ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അനുഭവിക്കണോ? കമന്ന് കിടന്നാൽ മതി. കമന്ന് കിടക്കുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ പോകുന്നത് ഫീൽ ചെയ്യും. ഓക്കെ, അങ്ങനെ കിടന്നിട്ട് ആ ബ്രത്തിനെ ഞാൻ ശ്രദ്ധിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ശരീരത്തിന് ആവശ്യമായ ഋതത്തിലേക്ക് ഞാൻ പീസ്ഫുള്ളായിട്ട് മാറ്റുമ്പോൾ ആ ബ്രത്തിനെയാണ് പ്രാണായാമം. ഇത് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇത് പഠിക്കാൻ പറ്റാത്തതുണ്ട്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി പഠിക്കണോ? എളുപ്പമാണ്. നല്ല വെള്ളത്തിലേക്ക് മുഖം അങ്ങോട്ട് കമത്തി പിടിക്കുക, എന്നിട്ട് പെട്ടെന്ന് പുറത്തെത്തുമ്പോൾ ഇപ്പം എന്താ ആലോചിക്കണമെന്ന് വയ്ക്കുക. ഒരു ബ്രത്ത് കിട്ടണേന്ന് ആലോചിക്കല്ലോ. അതാണ് ഏറ്റവും നല്ല ചിന്ത. ആ അറിവാണ് എന്നെക്കുറിച്ച് എനിക്ക് നമുക്കെന്തൊക്കെയോ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ? മരിക്കാൻ പോകുന്ന ഒരാളോട് ഇപ്പം എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ എന്താ പറയുക? കുറച്ചുകൂടെ ചെയ്യുക. ആ ജീവനോടുള്ള ആഗ്രഹമാണ് ഏറ്റവും വലിയ ആഗ്രഹം. അത് നമ്മളെ ധരിപ്പിക്കാനുള്ള മാർഗങ്ങളിലാണ്. അത് ഈ ബ്രത്തിലാണെന്ന് ഞാൻ അറിയുമ്പോഴാണ് ആ ബ്രത്തിന് വേണ്ടിയിട്ടുള്ള അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രാണായാമേന യുക്തേന സർവ്വരോഗ സമാരഹ എന്നാണ്. കൃത്യമായിട്ട് ബ്രത്തെടുത്തു കഴിഞ്ഞാൽ ഓരസുഖവും വരിക. അയുക്താഭ്യാസ യോഗേന സർവ്വരോഗ സമുദ്ഭവ എന്നാണ്. തെറ്റായിട്ട് ബ്രീത്തിങ് എടുത്തു കഴിഞ്ഞാൽ കുറേ അസുഖങ്ങൾ വരും. ഇന്നത്തെ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾക്ക് കാരണം തെറ്റായ ബ്രീത്തിങ് ആണ്. പലരും 2 മാസം യോഗ പഠിപ്പിച്ചാലും യോഗ ആചാര്യന്മാരാവുമല്ലോ. എന്നിട്ട് സുംബ ഡാൻസ് ചെയ്താലും യോഗയായി. എന്തൊക്കെ തരത്തിലുള്ള യോഗയാണ്? അപ്പോൾ ഇതൊന്നും നമ്മുടെ പൂർവികന്മാർക്ക് എവിടെ പോയാലാണത് ചെയ്യാൻ പറ്റുക? നമ്മൾ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് മിക്കവാറും താഴ്ന്ന പ്രദേശങ്ങളാണ്. ഏറ്റവും പീസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ എല്ലാ റിസോർട്ടുകളും ഏറ്റവും നല്ല വിസിറ്റിന് പോകുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഹിൽ ടോപ്പുകളാണ്. കാരണം അവിടെ ഒന്നും നിൽക്കില്ല, അതൊക്കെ താഴത്തേക്ക് വരുമല്ലോ.